ഹലോ ഗായ്സ്, ഷിഫ്ന വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വന്നിട്ടുള്ളത് സോയാബീൻ കടായി. സോയാബീൻ കടായി വളരെ ടേസ്റ്റിയായി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ഗ്രാം സോയാബീനാണ്. അത് അരമണിക്കൂർ നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിട്ട ശേഷം അത് നന്നായി കൈകൊണ്ട് പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്ന് പറഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവയിട്ട് നന്നായി മിക്സ് ചെയ്യുക. കൈ കൊണ്ട് നമ്മൾ 10 മിനിറ്റ് നേരം മിക്സ് ചെയ്താൽ അതിലേക്ക് മസാലയൊക്കെ പൊടിച്ചത് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റുക. പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത സോയാബീൻ അതിലേക്ക് ഇട്ട് 10 മിനിറ്റ് നേരം നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 10 മിനിറ്റ് നേരം നമ്മളതൊന്ന് എയിലെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. സോയാബീൻ എന്ന് പറഞ്ഞാൽ വേഗം അടി പിടിക്കുന്ന സാധനമാണ്, അത് വേഗം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റ് ഇളക്കിയ ശേഷം വേറൊരു പാൻ വെച്ച് 2 സബോള എടുത്ത്, ഞാൻ ചോപ്പറിലാണ് ഇവിടെ സബോള അരിഞ്ഞിട്ടുള്ളത്, അരിഞ്ഞ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. 2 സബോളയും ഒരു തക്കാളിയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സബോള നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി കുനുകുനാരിന് ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ ഇട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്യണം. വെള്ളം ആഡ് ചെയ്യണത് പറഞ്ഞാൽ അത് ഒന്ന് വഴന്ന് വരും. പിന്നെ അതിലേക്ക് നമ്മൾ ചോക്ക് ചെയ്ത സോയാബീനും കുറച്ച് ഉപ്പും ടൊമാറ്റോ സോസും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ അതൊരു വേറെ പാത്രത്തേക്ക് മാറ്റുക. അപ്പോൾ നമ്മളിവിടെ സോയാബീൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ ഒരു വീഡിയോ ആയി കാണാം. ബായ്.